അത്ര അടുപ്പമുണ്ടായിരുന്നു. ഞാൻ വാസുവേട്ടൻ, ഹരിഹരൻ, ജനേട്ടൻ ഇവരൊക്കെ ചേർന്ന് ബാബുരാജ് അക്കാദമിയുടെ ട്രസ്റ്റീസുണ്ട്. പക്ഷെ എന്തായാലും എനിക്ക് മരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാതെ നിൽക്കണമെന്നായിരുന്നു. ഏതായാലും അദ്ദേഹത്തെ ആത്മാവ് ശാന്തിക്കുന്നു. വായിക്കുമ്പോഴാണ് നമ്മളുടെ ഒരു ദുർഗ്രാഹ്യതയില്ലാതെ മലയാളത്തിൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യം, സ്നേഹത്തിൻ്റെ സൗന്ദര്യം, ഇഷ്ടത്തിൻ്റെയും പ്രണയത്തിൻ്റെയും സൗന്ദര്യം അത്രമേൽ ഹൃദ്യമായിട്ട് എഴുതിയിട്ടുള്ള അനുഭവങ്ങൾ വളരെ കുറവാണ്. കാരണം അത് ഹൃദയഭാഷയായിരുന്നു എന്നുള്ളതാണ് MT വായിക്കുന്നതൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഫീൽ. ഏത് പുസ്തകങ്ങളിലായിരുന്നാലും MT ഉപയോഗിച്ചിരുന്ന ഭാഷയും MTയുടെ പരിസരവും വായനാ പരിസരവും അത്ര മനോഹരമായിരുന്നു. അദ്ദേഹം ഒരു പക്ഷേ കോഴിക്കോടിൻ്റെ ഒരു സുഹൃത്തായിട്ട്, മലയാളിയുടെ ഒരു സുഹൃത്തായിട്ട്, ഈ രാജ്യത്തിൻ്റെ തന്നെ ഒരു സുഹൃത്തായിട്ട് നമ്മൾക്കിടയിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഇന്നില്ലാതാവുന്നത്. ഒരു മഹാനഷ്ടം എന്നൊക്കെ പറയുന്നത് ചെറിയ വാക്കുകളായിരിക്കും എനിക്കറിയാം. പക്ഷേ അദ്ദേഹം എപ്പോഴും അമരനായി നമ്മളുടെ ഇടയിലൊക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ നമുക്ക് അദ്ദേഹത്തെ ഓർമ്മിക്കാനായി ബാക്കി വെച്ചിട്ടാണ് പോകുന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സുഹൃത്തായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോടിൻ്റെയും കേരളത്തിൻ്റെയും സുഹൃത്താണ്. മലയാളത്തിലുള്ള ദിവസം എന്തെങ്കിലും ലേലത്തിന് കൊടുക്കുന്നത്, ലേലം വിളിക്കും.